കോഴിക്കോട് മുഴിക്കലിൽ വയോധികന് ക്രൂരമർദ്ദനം. കുറ്റിക്കാട്ടൂർ സ്വദേശി അബ്ദുൾ ഖാദറിനാണ് പരിക്കേറ്റത്. രാവിലെ കട തുറക്കാനെത്തിയപ്പോൾ പൂട്ട് പൊളിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തതാണ് മർദ്ദിക്കാൻ കാരണം. മുഴിക്കൽ സ്വദേശികളായ സഹോദരങ്ങളാണ് അബ്ദുൾ ഖാദറിനെ തല്ലിയത്. ആകാശ്, അയൽവാസികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു മധ്യവയസ്കൻ ഇന്നലെ മരണപ്പെട്ടതേ ഉള്ളൂ കോഴിക്കോട്. ഇതിപ്പോൾ സഹോദരങ്ങളാണ് മർദ്ദിക്കുന്നത് എന്നാണ് വിശദാംശങ്ങൾ. ഇതെന്താണ് ഇതിന്റെ കാരണം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ട് യുവാക്കൾ ഒരു കാര്യമായ ഒരു പ്രകോപനമോ ഒന്നും കൂടാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് കോഴിക്കോട് മൂഴിക്കൽ വെച്ച് ഇത്തരത്തിൽ ഒരു വയോധികനെ രണ്ട് യുവാക്കൾ ചേർന്ന് മർദ്ദിച്ചത്. ഈ യുവാക്കൾ കടയുടെ പൂട്ട് തല്ലിപ്പൊളിക്കുന്നത് കണ്ടുവന്ന ജീവനക്കാരനെ പിന്നീട് ഈ യുവാക്കൾ രണ്ടുപേരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. കയ്യിലുള്ള വടിക്കഷ്ണം ഉപയോഗിച്ച് വരെ ഇയാളെ മർദ്ദിച്ചിട്ടുണ്ട്. ഇയാളിപ്പോൾ ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിവറമ്പ് സ്വദേശിയായ അബ്ദുൾ ഖാദറിനെയാണ് മർദ്ദിച്ചിരിക്കുന്നത്. ഇത് തൊട്ടടുത്തുള്ള കടയിലെ ഒരു ജീവനക്കാരനാണ് മൊബൈലിലൂടെ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. എത്രയും ക്രൂരമായ മർദ്ദനമായിരുന്നെന്ന് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വടിക്കഷ്ണം ഉപയോഗിച്ചാണ് ഇയാളെ മർദ്ദിക്കുന്നത്. കൂടാതെ തന്നെ ഇയാളുടെ വാഹനത്തിൽ നിന്ന് ഇയാളെ തള്ളിയിട്ടിട്ടായിരുന്നു മർദ്ദനം. ഇപ്പോൾ കടയുടമയായിട്ടുള്ള അബ്ദുൾ നാസർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ഈ മർദ്ദനത്തിലേക്കുള്ള കാരണം? എന്തെങ്കിലും കാരണമുണ്ടോ? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അപ്പം രാവിലെ കട തുറക്കാൻ വന്നതാണ്. സാധാരണ ഒരു 10 മണിക്കൊക്കെയാണ് കട തുറക്കൽ. ഇന്ന് 30 ദിവസം നേരത്തെ വന്നിട്ടുണ്ട്. 9:30 മണിക്ക് എത്തിയിട്ടുണ്ട്. കാരണം രാത്രി നേരത്തെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്ന സമയത്ത് കടേൻ്റെ പൂട്ട് തല്ലി പൊളിക്കുന്നത് കണ്ടു. അപ്പോൾ എന്താ മോനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾക്ക് അടിക്കുകയും ചെയ്തു ഒരാൾ. അതിനപ്പോൾക്ക് വേറെ ആളും കൂടി പുറത്ത് വന്നു കഴിഞ്ഞ് അടിക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഇവരുടെ അവസ്ഥ? എങ്ങനെയാണ്? ഇവർക്കിപ്പം നല്ല പെയിനാണ്. ചെസ്റ്റിന് നല്ല വേദന ഉണ്ട്, പുറത്ത് വേദന ഉണ്ട്, പിന്നെ പല്ലിന് ഒരു വേദന, പല്ല് ഇളകിയിട്ടുണ്ട്. അങ്ങനെല്ലാം കൂടിയാണ്. യുവാക്കളെ പറ്റി എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ആരാണ് എന്നുള്ള കാര്യം? യുവാക്കളെ നാട്ടിലുള്ള കുട്ടികൾ തന്നെയാണ്. എന്താണ് സംഭവിച്ചത് പിന്നെ അവർക്ക് എന്താ സംഭവിച്ചെന്നുള്ള അറിയില്ല. ഇവരെ കൂടെ ഒരു സ്ത്രീയെ കണ്ടായിരുന്നു. അവരമ്മാണ്. അമ്മയൊക്കെ നല്ല ഒരു ആളാണ്. അവിടുത്തെ അങ്ങനെ കുഴപ്പക്കാരുള്ളതൊന്നല്ല. പക്ഷെ മക്കളെ എങ്ങനെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. അതുതന്നെ ആനന്ദ് പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. യാതൊരു പ്രകോപനവും ഇല്ലായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം ക്രൂരമായിട്ടാണ് ആ രണ്ട് യുവാക്കൾ ഇയാളെ മർദ്ദിച്ചിരിക്കുന്നതെന്ന്. കൂടാതെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഇവരുടെ അമ്മയാണെന്നാണ് പറയുന്നത്. ഇവരെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നതായും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. തൊട്ടടുത്തുള്ള കടയിലെ ജീവനക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ. അതിൽ എത്രത്തോളം വലിയ രീതിയിലാണ് ഇവർ ആക്രമിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. യാതൊരു പ്രകോപനവും ഇല്ല. ഇപ്പോൾ ഇദ്ദേഹം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇയാളുടെ ദേഹത്തുൾപ്പെടെ മർദ്ദനമേറ്റതിനാൽ തന്നെ അതിൻ്റെതായ വേദനകളുണ്ട്. പല്ലിനുൾപ്പെടെ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടയുടമയായ അബ്ദുൾ നാസർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആനന്ദ്.